വെൽക്കം ബാക്ക് ടു ടീ ടോക്സ്. മലയാള സിനിമയിലേക്ക് പുതിയൊരു താരം കൂടി എത്തുകയാണ്. ലാലേട്ടന്റെ മകൾ വിസ്മയ തുടക്കം എന്ന ചിത്രത്തിലൂടെ. എന്നാൽ സിനിമ റിലീസാകുന്നതിന് മുൻപേ അതിലെ പാട്ടോ ട്രെയിലറോ കണ്ടിട്ടല്ല സോഷ്യൽ മീഡിയയിൽ ചർച്ച. പകരം ഇന്റർവ്യൂകളിൽ വിസ്മയ സംസാരിക്കുമ്പോൾ അവർക്ക് നെർവസ്നെസ് ഉണ്ടോ, അവരുടെ ലുക്ക് എങ്ങനെയുണ്ട്, വസ്ത്രധാരണം എങ്ങനെയുണ്ട് എന്നൊക്കെ നോക്കി മാർക്കിടുന്ന കുറച്ച് അന്താരാഷ്ട്ര ലെവൽ പ്രൊഫസർമാരുടെ കമന്റുകളാണ് ഇപ്പോൾ വൈറൽ. എന്തൊക്കെയാണ് ആ മഹാന്മാരുടെ കമന്റുകൾ എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. ആദ്യം തന്നെ, ഓട്ടിസം ബാധിച്ച സ്ത്രീയെ പോലെ, ഇവളെന്താ മന്ദബുദ്ധിയുള്ള ഒരു സ്ത്രീയെ പോലെ, ഇവളെ കാണുമ്പോൾ എന്തോ ചെറിയ കുഴപ്പം പോലെ, വയസ്സിനൊത്ത പക്വത ഇല്ല, LKG പിള്ളേരെ പോലെ, എവിടെയോ എന്തോ തകരാറു പോലെ, സ്പ്രിംഗ് വിഴുങ്ങിയോ, അയ്യേ ലാലേട്ടന്റെ മകളായിട്ടും ഇത്രയും പേടിയോ, ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കാൻ പേടിക്കുന്ന ആളാണോ അഭിനയിക്കാൻ വരുന്നത്, ഇതുപോലെ നീളുന്നു കമന്റുകൾ. ഹലോ സാർമാരെ, നിങ്ങളോട് ഒരു ചോദ്യം. ആദ്യമായി ഒരു വലിയ സദസ്സിന് മുന്നിലോ അല്ലെങ്കിൽ 10 ക്യാമറയ്ക്ക് മുന്നിലോ നിൽക്കുമ്പോൾ നെർവസ് ആവാത്ത ആരാവുള്ളേ? ആദ്യമായി സ്റ്റേജിൽ കയറി പ്രസംഗിച്ചപ്പോൾ കൈകാലുകൾ വിറച്ച് വിയർത്തു കുളിച്ച് നൈസായി അവിടെ നിന്ന് മുങ്ങിയ ചരിത്രം നമുക്കൊക്കെ കാണും. പക്ഷേ മറ്റൊരാൾ ക്യാമറയ്ക്ക് മുന്നിൽ ഒന്ന് ഇടറുമ്പോൾ മാത്രം നമ്മളൊക്കെ പെട്ടെന്ന് വലിയ ഉപദേശകരായി മാറും. അവരും ഒരു സാധാരണ മനുഷ്യരാണ് സുഹൃത്തുക്കളെ. മോഹൻലാൽ എന്ന വലിയ നടന്റെ മകളായി എന്നതുകൊണ്ട് മാത്രം ജനിക്കുമ്പോഴേ ക്യാമറയോട് ഡയലോഗ് അടിച്ച് ഇറങ്ങി വരാൻ പറ്റില്ലല്ലോ. അല്പം സമയം കൊടുക്കൂ. ഒരു വ്യക്തി സിനിമയിലേക്ക് വരുമ്പോൾ അവർ അഭിനയിക്കാൻ കഴിവുള്ളവരാണോ, ആ കഥാപാത്രത്തിന് അനുയോജ്യരാണോ എന്നാണ് നോക്കേണ്ടത്. അല്ലാതെ അവരുടെ ശരീരത്തിന്റെ വണ്ണമോ നിറമോ അല്ലെങ്കിൽ അവരിടുന്ന ഡ്രസ്സിന്റെ കളറോ അല്ല. സിനിമയിൽ റിയലിസ്റ്റിക് ആയ കഥാപാത്രങ്ങളെയും ആളുകളെയും കാണണമെന്ന് ആഗ്രഹിക്കുന്ന അതേ ആളുകൾ തന്നെയാണ് ഒരു പുതിയ ഒരാൾ വരുമ്പോൾ അയ്യോ സിനിമയിലെ നായികയെ പോലെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞ് കരയുന്നത്. ഒരു അവസരം കിട്ടാൻ ഒരു പ്രമുഖന്റെ മകളോ മകനോ ആയിരിക്കുന്നത് സഹായിച്ചേക്കാം. എന്നാൽ ക്യാമറ ഓൺ ആയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ സിനിമ തിയേറ്ററിൽ എത്തുമ്പോൾ പിന്നെ ലാലേട്ടൻ വന്നല്ല അഭിനയിക്കുന്നത്, വിസ്മയ തന്നെ അഭിനയിക്കണം. കഴിവുണ്ടെങ്കിൽ പ്രേക്ഷകർ നെഞ്ചിലേറ്റും. അത് തീരുമാനിക്കേണ്ടത് ആ സിനിമ കണ്ടിട്ടാണ്, അല്ലാതെ 2 മിനിറ്റ് ഇന്റർവ്യൂ കണ്ട് വിധി എഴുതിയിട്ടല്ല. ചുരുക്കത്തിൽ ഇത്രയേ പറയാനുള്ളൂ. മറ്റൊരാളെ കളിയാക്കാനും കുറ്റപ്പെടുത്താനും നമുക്ക് വളരെ എളുപ്പമാണ്. കയ്യിലൊരു ഫോണും കുറച്ച് ഡാറ്റയും ഉണ്ടെങ്കിൽ റൂമിനുള്ളിൽ ഇരുന്ന് എന്തും ടൈപ്പ് ചെയ്ത് വിടാമെന്ന അവസ്ഥയാണ് ഇന്ന് സോഷ്യൽ മീഡിയ. പക്ഷേ ഈ കമന്റ് ഇടുന്ന മഹാന്മാരെയൊക്കെ പിടിച്ച് നാളെ ഒരു ക്യാമറയ്ക്കോ സ്റ്റേജിനോ മുന്നിൽ കൊണ്ടുപോയി നിർത്തിയാൽ അവരുടെ അവസ്ഥ ഒന്ന് കണ്ടു തന്നെ അറിയണം. അപ്പോഴേ ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുന്നതിന്റെ കഷ്ടപ്പാട് ഇവർക്ക് മനസ്സിലാവും. തുടരുമെന്ന സിനിമ വരട്ടെ, അവരുടെ അഭിനയം നമുക്ക് കാണാം. അത് നന്നായിട്ടുണ്ടെങ്കിൽ അഭിനന്ദിക്കാം, പോരായ്മകൾ ഉണ്ടെങ്കിൽ ആരോഗ്യകരമായി വിമർശിക്കാം. അതിനു മുൻപേ ഈ ബോഡി ഷേമിങ്ങും ട്രോളുകളും നിർത്തി കുറച്ചും കൂടി മാന്യത കാണിക്കാം. മറ്റൊരാളുടെ ശരീരത്തെയോ രൂപത്തെയോ കളിയാക്കുന്ന സംസ്കാരം നമ്മൾ എന്ന് അവസാനിപ്പിക്കും? ബോഡി ഷേമിങ്ങിനെതിരെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റിൽ അറിയിക്കുമല്ലോ. അടുത്ത വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.